ഹലോ ഹായ് ഡിയേഴ്സ്, സിന്ധുര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് അവിട്ടമാണ് നമ്മൾ ഓണം കൂടാൻ പോകുന്നത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. മൂത്ത ചേച്ചി താമസിക്കുന്നത് മണമ്പൂരാണ്. അപ്പോൾ അവിടെയാണ് ഓണം കൊള്ളാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. സാധാരണ നമ്മൾ രാവിലെ എത്താറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 മണിയോളം ആയി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മോളെയും എടുത്ത് ഞാൻ ഇറങ്ങി. അവൾ വീട്ടിൽ നിന്നൊരു കവറും എടുത്തുകൊണ്ടാണ് വന്നത്. എന്തിനാണെന്നറിയില്ല, അവളെ കയ്യിലൊരു കവറുണ്ടായിരുന്നു. ചോദിച്ചിട്ട് തിരിച്ചു തന്നില്ല. അങ്ങനെ ആ കവറും കൊണ്ടാണ് ആൾ വന്നത്. ഇറങ്ങി ഉടനെ അവൾ അമ്മമ്മയെ കാണാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പിറകിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ 2 ചേട്ടത്തിമാരും കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട ശേഷം നേരെ അടുക്കളയിലേക്കാണ് പോയത്. നമ്മളെപ്പോഴും അടുക്കളയിലായിട്ടാണല്ലോ പോവാറ്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് പുറത്ത് കൊച്ചേട്ടനും ചേട്ടനും കൂടെ ഇറച്ചിയൊക്കെ വയ്ക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതും പോയൊന്ന് നോക്കിയിട്ടാണ് വന്നത്. നമ്മൾ ചെന്നപ്പോൾ പാചകം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ മോൾ എവിടെ നിന്ന് ഒരു മൈലാഞ്ചി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പിള്ളേരെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ഇന്നലെ പോയവരെല്ലാവരും കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് ഞാനും എൻ്റെ മോളുമാണ്. അങ്ങനെ നമ്മളും കുറച്ച് നേരം കൊണ്ട് ചെറിയൊരു ഡിസൈനൊക്കെ വരച്ച് മൈലാഞ്ചി ഇട്ടു. അപ്പം ഇതാണ് നമ്മളിട്ട മൈലാഞ്ചി. എൻ്റെ മോളുടെ കയ്യിലും ചെറിയൊരു ഡിസൈന് വരച്ചു കൊടുത്തിട്ടുള്ളൂ. അവൾ പെട്ടെന്ന് തന്നെ കഴുകും. അവൾക്ക് ഇട്ട ഉടനെ മൈലാഞ്ചി കഴുകണം. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് ചുമന്നില്ല. പിന്നെ ചോറ് കഴിക്കാറായതുകൊണ്ട് ഞാനും പെട്ടെന്ന് തന്നെ മൈലാഞ്ചി കഴുകി. അപ്പോൾ തന്നെ ഏകദേശം ചോറ് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവൾ എല്ലാ കറികളും പകർന്നു വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുള്ളതുകൊണ്ട് ഇനി നമുക്ക് വലിയ സീനില്ല, അവർ എല്ലാം ചെയ്തോളൂ എന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറി. അപ്പോൾ അവർ തന്നെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് വെച്ച് അമ്മമാരും കൊച്ചുങ്ങളുമാണ് ഇരുന്നത്. മറ്റുള്ളവരെല്ലാവരും കൂടെ എവിടെയോ പോയി, അവരെ കാണാനില്ല. ഇനി അവർ വരുമ്പോഴത്തേക്ക് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ബാച്ച് എത്തി. എല്ലാവർക്കും കൂടെ ടേബിളിൻ്റെ പുറത്താണ് വിളമ്പിയത്. പക്ഷേ എൻ്റെ ആളിന് തറയിരുന്നാലേ ചോറ് കഴിക്കാൻ പറ്റൂ. അങ്ങനെ ആ ആളിൻ്റെ ഇല അവിടെ ഇട്ടിട്ട് വേറൊരു ഇലയിട്ട് തറയിലാണ് ആളിന് വിളമ്പി കൊടുത്തത്. ആളിനങ്ങനെ തറ ഇരുന്ന് കഴിച്ചാണ് ശീലം. പിന്നെ നമ്മളൊക്കെ ചോറ് കഴിച്ചിട്ട് നേരെ പോയി ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഞാൻ ഉറങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും പല പല സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നു. അത് കണ്ടിട്ട് ഞാനും ഒരു കട്ടിലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അതിനുശേഷം എണീച്ച് കുളിച്ച് മോളെയും കുളിപ്പിച്ച്. അപ്പം മോൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ ഇന്ന് ഇവിടെ നിൽക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. നാളെ ചേച്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ ഓണം കൊള്ളാൻ വരുന്നു, അവർ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ പിള്ളേരെ വിളിച്ചില്ല. പിന്നെ മാള് നമ്മളോട് വരുന്നുണ്ട്, ചേച്ചിയുടെ മോള്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ ഓണം ആഘോഷിക്കാൻ എങ്ങും പോകാൻ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ഇത്തവണത്തെ ഓണം ചേച്ചിയുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. സാധാരണ എല്ലായിടത്തും അമ്മയുടെ മുത്തതും ഇളയതിൻ്റെയൊക്കെ വീട്ടിലെ ആഘോഷിച്ചതിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ ആഘോഷിക്കുന്നത്. പക്ഷേ ഇത്തവണ സ്കൂൾ തുറക്കുന്നത് പെട്ടെന്നായതുകൊണ്ട് നമ്മുടെ ഓണാഘോഷം വളരെ ചുരുക്കി. നമ്മൾ മാത്രമല്ല, എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.